ഹലോ ഗൈസ്, വെൽക്കം ടു എയർ ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ മൂവിയുടെ ടീസർ വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു. ആൾറെഡി ടീസർ ബ്രേക്ക് ഡൗൺ നമ്മുടെ ചാനലുണ്ട്, ടൈമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടീസറിലുള്ള ചില ഹിഡൻ ഡീറ്റെയിൽസിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നേരെ വീഡിയോട്ട് കിടക്കാം. അപ്പം ഈ ഒരു ടീസറിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ ഡെഡ്പൂളിൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സീനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ നമ്മുടെ ഡെഡ്പൂളിൻ്റെ ഫേസിൽ വന്ന ഒരു ഹാപ്പിനെസ് ഇല്ലാത്തത് നമുക്ക് കാണാൻ പറ്റും. അതായത് എന്തോ ഒരു കുറവുള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അത് മാത്രമേ ഡെഡ്പൂൾ വിഗും വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു സമയം നമ്മുടെ ഡെഡ്പൂൾ വന്ന് ഡെഡ്പൂളായിട്ടേ അല്ല, പുള്ളിയുടെ സൂപ്പർ ഹീറോ ലൈഫൊക്കെ മാറ്റിയിട്ട് ഒരു നോർമൽ ലൈഫാണ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ഡെഡ്പൂളിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ആപത്ത് വരാനുള്ള കാരണം തന്നെ പുള്ളി ഡെഡ്പൂളായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഡെഡ്പൂൾ ഇങ്ങനെ ഒരു നോർമൽ ലൈഫ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു സമയം നമ്മുടെ ഡെഡ്പൂൾ ഒരു കാർ സെയിൽമാൻ ആയിട്ടാണ് ഉള്ളതെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു ടീസറിൽ തന്നെ നമുക്കൊരു ഘട്ടത്തിൽ കാണാൻ പറ്റും ഡെഡ്പൂൾ വന്ന് എന്താ പറയുക ഒരു കാർ സെയിൽസ്മാൻ്റെ ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഡെഡ്പൂളിൻ്റെ ആ ഒരു സൂട്ടിനെ നോക്കി വിഷമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഡെഡ്പൂൾ വന്ന് ഈ ഒരു സമയം ഒരു നോർമൽ ലൈഫാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഡെഡ്പൂളിൻ്റെ ഫേസിൽ ഒരു ഹാപ്പിനെസ് ഇല്ലാത്തത്. പിന്നെ വന്ന് ഇങ്ങനെ ഒരു കാർ സെയിൽസ്മാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് ഈ വിഗൊക്കെ വെച്ച് കുറച്ച് ഗ്ലാമറായിട്ട് ഇരിക്കണ്ടേ, നല്ല ആൾക്കാരൊക്കെ വരും. അതൊരു റീസണാണ്. സോ അപ്പം ഇതുകൊണ്ടാണ് നമ്മുടെ ഡെഡ്പൂളിൻ്റെ ഫേസിൽ ഹാപ്പിനെസ് ഇല്ലാത്തത്. എന്നിട്ട് ആ ഡെഡ്പൂൾ വിഷ് ചെയ്യുന്ന സമയത്ത് ഡെഡ്പൂൾ ഇങ്ങനെ എനിക്ക് ആക്ഷനൊക്കെ വേണം എന്ന് പറഞ്ഞായിരിക്കും വിഷ് ചെയ്തതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ടി വിയൊക്കെ വന്ന് ആക്ഷനൊക്കെ നടന്നതെന്നാണ് തോന്നുന്നത്. സോ ഇവിടെ ടി വിയൊക്കെ എന്തിനാണ് ഡെഡ്പൂളിൻ്റെ ഹെൽപ്പ് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാ. സോ മേ ബി നമ്മുടെ ഡെഡ്പൂൾ ആൾറെഡി ഈ ടൈം ട്രാവലൊക്കെ ചെയ്ത ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഡെഡ്പൂളിനെ കൊണ്ടുവരാമെന്ന് നമ്മുടെ ടി വി ഡിസിഷൻ എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അങ്ങനെ ആവാനും ചാൻസസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് മാത്രമല്ല ഈ ഒരു സീനിൽ നമ്മുടെ ഡെഡ്പൂൾ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ലൊക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വോയിഡാണ്. അതായത് ലോക്കി സീരീസിൽ ഇവരെയൊക്കെ പ്രൂൺ ചെയ്താക്കുന്ന ലൊക്കേഷനില്ലേ, സോ ആ സ്ഥലത്താണ് ഡെഡ്പൂൾ കിടന്ന് ഫൈറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡെഡ്പൂളിനും ടി വി ഒരു ഘട്ടത്തിൽ പ്രൂൺ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു സീനിൽ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇത് വന്ന് ലോക്കി സീരീസിന് മുമ്പാണോ അതിന് ശേഷമാണോ എന്ന് നമുക്ക് ഒരു വലിയൊരു ഡൗട്ട് തന്നെ ഉണ്ട്. കാരണം ഇപ്പം ടി വി ഡെഡ്പൂളിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്, അതൊരു ക്വസ്റ്റ്യൻ തന്നെ. കാരണം ഇപ്പം ലോക്കിയാണ് എൻ്റെ ഒരു മൾട്ടിവേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇപ്പം ഡെഡ്പൂളിൻ്റെ ആ ഒരു യൂണിവേഴ്സ് എന്താ പറയുക പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല ഇങ്ങനെ ഒരു ഡിസിഷൻ ടി വി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഡെഡ്പൂൾ ഇങ്ങനെയൊക്കെ ചെയ്താലും ടൈം ലൈനിൽ ഇഷ്യൂസ് വരില്ല. കാരണം മൾട്ടിവേഴ്സ് ബ്രാഞ്ചസ് ഒക്കെ ലോക്കി നോക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് പ്രശ്നമൊന്നും വരില്ല. സോ എന്നാലും ഡെഡ്പൂളിനെ ടി വി കൊണ്ടുവന്നെങ്കിൽ അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഒരു റീസൺസ് കാണാൻ ചാൻസസ് ഉണ്ട്. സോ എനിക്കെന്തോ ഇത് ലോക്കി സീരീസിന് ശേഷം തന്നെയാണ് ഡെഡ്പൂൾ 3 നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഒരു സീൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡെഡ്പൂൾ വന്ന് ഈ ഒരു നമ്മുടെ MCUലുള്ള ഹീറോസിൻ്റെ അതൊക്കെ കാണുന്നൊരു സീനുണ്ട്. സോ അവിടെ വന്ന് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക കാണുന്ന സമയത്ത് ഡെഡ്പൂൾ വന്ന് ഇങ്ങനെ സല്യൂട്ട് ചെയ്യുന്ന ഒരു സീനുണ്ട്. ഡെഡ്പൂൾ വന്ന് ക്യാപ്റ്റനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സീനാണ് കാണിച്ചിട്ടുള്ളത്. ആക്ച്വലി കോമിക്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിലും നമ്മുടെ ഡെഡ്പൂൾ വന്ന് 2 പേരെയാണ് പ്രധാനമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഒന്ന് വന്ന് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും അടുത്തൊന്ന് വന്ന് നമ്മുടെ സ്പൈഡർമാനെയാണ്. സോ ഇനി MCUയിൽ സ്പൈഡർമാനെ കാണുന്ന സമയത്ത് വേറെ ലെവലായിരിക്കും. സോ വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു സീനിലാണെങ്കിൽ നമ്മുടെ ഡെഡ്പൂൾ ആണെങ്കിൽ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തൊക്കെ പോകാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഒരു വൂൾവറിൻ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു വൂൾവറിൻ വന്ന് വേറൊരു വേരിയൻ്റ് ആണ്, പാച്ച് എന്നൊരു വൂൾവറിൻ വേരിയൻ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഹ്യൂ ജാക്ക്മാൻ്റെ വൂൾവറിൻ അല്ലെന്നാണ് പറയുന്നത്. സോ പാച്ച് എന്നൊരു വൂൾവറിൻ വേരിയൻ്റ് ആണ്. സോ ഇത് വേറൊരു ആക്ടർ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഹാരി പോട്ടറായിട്ട് അഭിനയിച്ച ആക്ടർ ആവാൻ ചാൻസസ് ഉണ്ട്. കൂടാതെ ഈ ഒരു സ്ഥലം വന്ന് മദ്രിപൂർ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ പോയി ഈ വൂൾവറിൻ നോക്കുമ്പോൾ നീ ആറാ, നീ വേറെ ഇല്ലടാ എന്ന് പറഞ്ഞിട്ടേക്ക് നമ്മുടെ ഡെഡ്പൂൾ കളഞ്ഞിട്ട് പോയിട്ട് നേരെ നമ്മുടെ ഹ്യൂ ജാക്ക്മാനെ പോയി കണ്ടുപിടിക്കുന്നതെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ഒരു സീനിലാണെങ്കിൽ നമ്മുടെ ഡെഡ്പൂൾ വന്ന ഒരു ഗണ്ണൊക്കെ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അവിടെ നമ്മുടെ ഡെഡ്പൂളിൻ്റെ ആ ഒരു ഗ്ലൗസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ നമ്മുടെ ഡെഡ്പൂളിൻ്റെ ഗ്ലൗസ് നോക്കുകയാണെങ്കിൽ അതും വ്യത്യാസമുണ്ട്. സോ ഈ 2 ഗ്ലൗസും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. സോ മേ ബി ഈ ഗണ്ണ് യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ഡെഡ്പൂൾ വന്ന് നമ്മുടെ ഡെഡ്പൂൾ ആയിരിക്കില്ല, ഇത് വേറൊരു ഡെഡ്പൂൾ വെർഷൻ ആയിരിക്കാൻ ചാൻസസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ ലേഡി ഡെഡ്പൂൾ ആവാൻ ചാൻസസ് അധികമാണ്. സോ ഈ മൂവിൽ എന്തായാലും ഒരുപാട് ഡെഡ്പൂളിൻ്റെ എന്താ പറയുക വേരിയൻസ് വരാൻ തന്നെയാണ് പോകുന്നത്. സോ ലേഡി ഡെഡ്പൂൾ എന്തായാലും കാണും. സോ ഇത് ലേഡി ഡെഡ്പൂൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ടൈലർ സ്വിഫ്റ്റ് ആയിരിക്കാം ലേഡി ഡെഡ്പൂളായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. സോ വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു സീനിലാണെങ്കിൽ ഒരു മുട്ടത്തലയിൽ നമുക്ക് കാണാൻ പറ്റും. സോ അത് വന്ന് നമ്മുടെ പ്രൊഫസർ എക്സ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. ബട്ട് പ്രൊഫസർ എക്സ് അല്ലാതെ വേറൊരു ക്യാരക്ടർ ആവാൻ ചാൻസസ് ഉണ്ട്. കസാൻഡ്ര നോവോ സേവിയർ എന്നൊരു ക്യാരക്ടർ ആവാൻ ചാൻസസ് ഉണ്ട്. അതായത് നമ്മുടെ പ്രൊഫസർ എക്സിൻ്റെ ട്വിൻ ഈവിൽ ആവാൻ ചാൻസസ് അധികം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ക്യാരക്ടർ പ്യുവർ ഈവിലാണ്. ചിലപ്പം ഈ ഒരു ക്യാരക്ടർ ആവാനും ചാൻസസ് ഉണ്ട്.
പിന്നെ ഈ ഒരു സീനിലാണെങ്കിൽ നമ്മുടെ ഡെഡ്പൂളിൻ്റെ അടുത്തായിട്ട് ഒരു കോമിക്സ് കിടക്കാൻ നമുക്ക് കാണാൻ പറ്റും. സോ അത് വേറെ ഒരു കോമിക്സും അല്ല, നമ്മുടെ സീക്രട്ട് വാർസ് ഇഷ്യൂ 5ൻ്റെ കോമിക്സാണ് അവിടെ കിടക്കുന്നത്. സോ ആരോ ഈ കോമിക്സ് വായിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. സോ ആ ഒരു കോമിക്സിൻ്റെ പേജിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മുടെ ഡോക്ടർ ഡൂമിനെയും കാണാൻ പറ്റും, ബിയോണ്ടിനെ കാണാൻ പറ്റും. സോ നമുക്കൊരു കാര്യം ഏകദേശം ഉറപ്പിക്കാം, സീക്രട്ട് വാർസിൽ ഉറപ്പായിട്ട് ഡോക്ടർ ഡൂം എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഇതിന് കൺഫേം ആക്കാമെന്നാണ് തോന്നുന്നത്. അതുമാത്രമല്ല എൻ്റെ അടുത്തായിട്ട് ഒരു സോഡ കുപ്പി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു സോഡ കുപ്പി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? നമ്മുടെ ഇൻക്രെഡിബിൾ ഹൾക്ക് മൂവിയിൽ നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ ഇത് കുടിച്ചിട്ട് ചാവനായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ അതേപോലത്തെ ഒരു സോഡ കുപ്പിയാണ് ഇവിടെ കിടക്കുന്നത്. സോ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് തോന്നുന്നത്. സോ വേറെ റൂമറുണ്ട്, ഈ ഒരു മൂവിയിൽ വന്ന് നമ്മുടെ ഹൾക്ക് വരാൻ ചാൻസസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഏത് ഹൾക്ക് എന്ന് അറിഞ്ഞൂടാ, ബട്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇൻക്രെഡിബിൾ ഹൾക്ക് വരാൻ ചാൻസസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. വന്നാൽ വേറെ ലെവലായിരിക്കും, പക്ഷേ നന്നായിട്ട് കാണിച്ചാൽ കൊള്ളാമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടീസറിലുള്ള ചില ഹിഡൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ ടീസർ കണ്ടിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റിൽ പറഞ്ഞേക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണിക്കും, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.